ഇവൾക്ക് ഇവിടെ ജീവിതം ആദ്യം എന്തായിരുന്നു? ഇക്ക പ്രശ്നം എന്താണെന്നറിയാമോ? ഈ സ്ത്രീ നിരന്തരമായിട്ടിരുന്നു കൊണ്ട് ഇസ്ലാമിനെ അവഹേളിക്കുക. അപ്പൊ ഞാൻ വീഡിയോ കണ്ടായിരുന്നു. അത് ഞാനാ. പിന്നെ ആദ്യം അല്ലാന്ന് പറഞ്ഞു വരൂലെന്ന് തോന്നി. ഞാൻ വരാത്ത എനിക്ക് അറിയത്തില്ലല്ലോ. എന്നെ ഇതാക്കിയിട്ട് എന്നെ പോയിട്ടുണ്ടെന്ന് അറിയാമോ? പിന്നെന്താ ഇതൊന്നും വന്ന് പബ്ലിക്ക് പറയാതിരുന്നത്? പബ്ലിക്ക് പറയാത്തതെന്ന് വെച്ചാൽ എനിക്ക് 2 മക്കളല്ലേ, ആ പിള്ളേർക്ക് ഭാവിയാ ഞാൻ നോക്കണ്ടേ. അത് അവളെ ഓർക്കണ്ടേ? അല്ല, അത് നാളെ എന്താവും എന്നുള്ളത് എനിക്കറിയില്ല. എന്നിരുന്നാലും ഞാനായിട്ട് ഒരു ഇടം കൂടെ ആക്കി 18 വയസ്സ് 19 വയസ്സായി മൂത്തന്. രണ്ടാമനും ഇതുവരെ ഒരു ഫോൺ കോൾ പോലും ചെയ്യാറില്ല. പക്ഷെ എന്നാലും എൻ്റെ ജീവനല്ലേ 2 പിള്ളേർ. അവർക്കൊരു ദോഷം വരുന്നത് എനിക്ക് എന്ത് വന്നോട്ടെ. കുട്ടികളെ ഡിമാൻഡ് ചെയ്തുകൂടെ? അവളെ കൂടെ സേഫ് ആണോ അവര്? എനിക്ക് സേഫ് അത് ചെയ്യാൻ വേണ്ടിയുള്ള സാമ്പത്തികമായിട്ട് ഞാൻ ഏറ്റവും താഴ്ന്നു നിൽക്കുന്ന ഒരു കൂട്ടത്തിലാണ്. കാരണം വെച്ചാൽ അവള് തന്നെ ഒരു ജീവിതത്തിൽ അവസാനത്തെ കാലത്ത് ഒരാൾ സ്വന്തം കുഞ്ഞുങ്ങളില്ല, ഭർത്താവില്ല, ഇത് മറ്റേ ആയ ജോലിയായിട്ട് കൊണ്ട് ഇതാക്കിയും 2.5 ലക്ഷം രൂപ എൻ്റെ പേരും പറഞ്ഞാണ് വാങ്ങിച്ചുകൊണ്ട് പോയത്. അവസാനം ഞാൻ അവർക്ക് എല്ലാ ഇത് മരിക്കുന്നത് വരെ ഞാൻ കൊടുക്കേണ്ടി വന്നു. എന്നിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? വീട്ടിൽ ഞാൻ വാടക കൊടുത്തിരുന്നു അഡ്വാൻസ്. ആ പൈസയും കള്ളം പറഞ്ഞ് എൻ്റെ മോളെ സ്കൂളിൽ പോയിട്ട് എനിക്ക് മാനസികവും ബാക്കിയുള്ളതൊക്കെ പറഞ്ഞ് കുഞ്ഞിനെ മോളെ വിളിച്ചിട്ട് അവിടെ പോയി എന്തൊക്കെയാ പറഞ്ഞിട്ട് വീട്ടിനകത്ത് കിടന്ന ഉമ്മ മരിച്ച ഒരു ആഴ്ച ആയതേ ഉള്ളൂ. ആ വീട്ടിനകത്ത് എൻ്റെ ഡ്രസ്സ് വരയ്ക്കും ഒറ്റ ഡ്രസ്സ് പോലും ഇല്ലാതെ ഒരു സാധനം ഇല്ല ആ വീട്ടിൽ കത്തിച്ചിട്ട് പോയി. 1 മാസത്തോളം എന്ത് ചെയ്തെന്ന് എനിക്കറിയില്ല ഞാൻ അവളെ. എന്നിട്ട് ഞാൻ 1 മാസത്തോളം ഒട്ടയ്ക്കകത്ത് റോട്ടിലാണ് കിടന്നത്. എന്നിട്ടും മറ്റവർ വന്ന സമയത്തൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് ആഹാരം കഴിക്കാതെ പോലും ഞാൻ കൊടുത്തു. ഇപ്പം എന്താ, ഒരു കുറച്ച് ദിവസത്തിന് മുമ്പ് പെട്ടെന്ന് വണ്ടി ഡൗൺ ആയി. ഇവിടെ 1 രൂപ പോലും വാങ്ങിക്കാതെയാണ് ഞാൻ അവളെ കല്യാണം വെച്ചിട്ട് ഞാൻ 1 രൂപ കൊടുക്കാതെ ജീവിക്കാൻ. ഇവൾക്ക് ഇവിടെ ജീവിതം ആദ്യം എന്തായിരുന്നു അറിയാമോ? ഏതൊരു ക്രിസ്ത്യാനിയായിട്ടുണ്ടായിരുന്നോ 4 സലഫി സെന്റർ ഇവള് വർക്ക് ചെയ്തെന്നുണ്ടല്ലോ. 4 പോയി. അവരെല്ലാവരും എനിക്ക് ബൈറ്റ് തന്നു. കാരണം ഇത് പബ്ലിഷ് ചെയ്യാൻ പറഞ്ഞു. ഇത് എന്റെ മോനെ കണ്ടു. അപ്പൊ ആ പിള്ളേർക്കൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്തത്. അപ്പൊ അവൾ അതിന്റെ ഇടയ്ക്ക് മറ്റവൻ എന്നെ വിളിച്ച് കൂടെ ഇരിക്കണ അബൂത്തായര എന്നെ വിളിച്ചിട്ട് പൊലിയാടെ മോനെ നീ ഡാന്ന് വിളിക്കാൻ ഞാൻ നിന്റെ ആരടാ? നീ പഴയ ബന്ധുക്കൾ നിന്റെ കുഞ്ഞുങ്ങളൊക്കെ ഓർത്താ നീ? ഞാൻ ഓർക്കേണ്ട കാര്യം എന്താണ്? അല്ല, നീ പോസ്റ്റൊക്കെ ഇടുന്നുണ്ട്, പച്ചക്ക് ഇടുന്ന മോനാണ് ഞാൻ. ഒരു പൊന്നു മോനെയും പേടിക്കുന്ന സ്വഭാവക്കാരനല്ല ഞാൻ. ഞാൻ എല്ലാം നഷ്ടപ്പെട്ടവനാണ്. എന്നെ മറ്റേ മോനാക്കിയ തൽക്കാലം നിർത്തിയിട്ട് പോകും. ഇനി നീ ഒരു കോളോ ഒരു ഇത് ചെയ്ത എന്റെ കൂടെ ഇരിക്കണവർക്ക് അറിയാം. എന്നെ അല്പം നോണ്ടിയ അങ്ങ് അറ്റം വരെ പോയിട്ട് ഞാൻ അടങ്ങുമെന്നുള്ളത് അവക്കറിയാം. ആ പിള്ളേർ പോലും വിളിച്ചില്ല പിള്ളേരെടുത്ത് തള്ള പറയണല്ലേ. ഒരു മിനിറ്റ്. അപ്പൊ ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കിയിട്ടുണ്ട് പല സ്ഥലത്ത് പല ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ അടുത്ത് ഇത്രയ്ക്ക് ഇത് ചെയ്യാത്തത് എല്ലാ തെളിവും ബാക്കിയുള്ളതൊക്കെ ചെയ്തതിന്റെ എല്ലാ ഇതുകളും എനിക്കുണ്ട്. പക്ഷെ എനിക്ക് എന്റെ ജീവനായ 2 മക്കൾ എടുത്ത് 2 മിനിറ്റ് കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു സൈഡ് ഞാനും അങ്ങനെ വയ്യാതായത്. ഒരു ഇത് അടുത്ത് ഞാൻ കല്യാണം കഴിച്ചത് ഒരു പാവപ്പെട്ട ജീവിതം വഴി. പക്ഷെ അതിന് വിമർശിക്കാൻ എനിക്ക് അവകാശം ഒരു നിവൃത്തിയില്ലാത്ത സാധനമാണ്. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ ഇവിടെ നടന്നത് എന്താണെന്ന് അവൾ അറിയണം, നാട്ടുകാരറിയണം, പ്രത്യേകിച്ച് സംഘികൾ അറിയണം. ഇതില് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. പരുത്തിക്കുഴി എന്ന് പറയുന്ന സ്ഥലത്ത് 2.5 ലക്ഷം രൂപ ഒരു ഉമ്മാരെ കയ്യിൽ, അതൊക്കെ പബ്ലിക് പറയണം, ഉമ്മാരെ കയ്യിൽ എനിക്ക് വീഡിയോ തരണം. മരിക്കുന്നത് വരെ ഞാൻ കൊടുക്കേണ്ടി വന്നു. അവരൊപ്പം മരിച്ചു. പോവാൻ കാരണം ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഇവിടെ പറഞ്ഞുതരാം. ഇത് കഴിഞ്ഞിട്ട് ഇവൾ പറഞ്ഞത് എന്താ? വീഡിയോ എടുത്തോട്ടെ.